കൊച്ചിയിൽ പോയതിന്റെ വൺ ഓഫ് ദ മെയിൻ ഉദ്ദേശമായിരുന്നു ബ്രോഡ്വേയിൽ പോവാ കുറച്ച് ക്രിസ്മസ് ഷോപ്പിംഗ് ചെയ്യാന്നുള്ളത്. പക്ഷെ എന്തായാലും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെയ്ത്തർ ബസാറിന്റെ ഉള്ളിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ശ്വാസം എടുക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോയത് വീക്കെൻഡിലായിരുന്നു, പോരാത്തതിന് ഒരു ഈവനിങ് ടൈം. ക്രിസ്മസ് ടൈമിൽ ബ്രോഡ്വേ വിസിറ്റ് ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു അഡ്വൈസ് പറയാം, മാക്സിമം വീക്കെൻഡ്സ് ഒഴിവാക്കാൻ നോക്കുക, കുറച്ചെങ്കിലും നേരത്തെ പോകാൻ വേണ്ടി നോക്കുക. നമ്മുടെ മനസ്സിലാണെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ പോവാ, അതാകുമ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ നല്ല സെറ്റ് ആയിരിക്കുമല്ലോ എന്നായിരിക്കും. പക്ഷെ ഇതന്നെയായിരിക്കും എല്ലാവരുടെ മനസ്സിലും. അങ്ങനെ എല്ലാവരും ഒറ്റ മൈൻഡിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഒരുപാട് തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോക്കിയെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചില കടക്കാർ ഈ ഒരു തിരക്ക് നല്ലപോലെ മുതലെടുക്കുന്നുണ്ടായിരുന്നു. ഓരോ സാധനത്തിന്റെ വില ഓരോ ആൾക്കാരോട് ഓരോ പോലെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില ആൾക്കാരോട് പറയും 300 രൂപ, ചില ആൾക്കാരോട് പറയും 400 രൂപ. എല്ലാവരുടെ മൈൻഡിലും ഈ ഒരു തിരക്കുന്ന എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആരും വില പേശാനൊന്നും നിൽക്കില്ല. എത്ര രൂപയാന്ന് ചോദിക്കും, ആ പൈസ എങ്ങോട്ട് കൊടുക്കും, സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും. എനിക്ക് എന്തായാലും ഈ ഒരു സ്റ്റാറിന്റെ ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരാത്തിന് ഞാൻ നല്ല അടിപൊളി ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു തിരക്കൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓവറോൾ എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ്. കുറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം.